ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ചെറിയൊരു കാര്യം എന്നാൽ കുറച്ച് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയുകൊണ്ട് ശകലം പറയാമെന്ന് കരുതി. നമുക്ക് കുളിക്കാൻ അറിയാമോ? അത് എന്തൊരു ചോദ്യമാണത്. കുളിക്കാൻ അറിയാമോ? അറിയില്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെ പലർക്കും കുളിക്കാൻ അറിയില്ല. നമ്മൾ കുളിക്കുന്നുണ്ട്, ശരീരം വൃത്തിയാകുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നു, രണ്ടു നേരമൊക്കെ കുളിക്കും. പക്ഷേ കുളിക്കുമ്പോൾ ഭയങ്കര സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് ത്വക്ക്, സ്കിൻ. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഈ ത്വക്കിൻ്റെ കാര്യം പോക്കാം. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കാമോ? അത് ശരീരവേദന പ്രായമായിട്ടുള്ള ആളുകൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കുഴപ്പമില്ല. കുളിക്കാനുള്ള വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളം. ഇനി ശരിക്കും കുളിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുങ്ങി കുളിക്കുക. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലിങ്ങനെ ഷവറും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കുളത്തിൽ പോയിട്ട് ഒരു പൊതു കുളമുണ്ടാവും, അവിടെ പോയി കുളിക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞ് തരേണ്ട കാര്യമില്ല, അങ്ങനെയായിട്ട് വരുന്നത് എല്ലാവരും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുളിമുറിയിൽ കുളിക്കുന്ന ആളുകളായത്, ഷവറിലൊക്കെ കുളിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ താഴെ മുതൽ മുകളിൽ വരെയാണ് നനയേണ്ടത്. കാലിൽ വെള്ളം തട്ടാതെ തലയിൽ കൂടി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്രെയിനിന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കും. സർക്കുലേറ്ററി സിസ്റ്റത്തിന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കും. കാര്യം നമ്മളിങ്ങനെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം തണുക്കും. താഴേന്ന് തിരിച്ച് ബ്ലഡ് പോകാൻ പെരിഫറൽ നെർവസ് സിസ്റ്റം ചോദന കൊടുക്കുന്നത് അതിൻ്റെ എഫിഷ്യൻസി ഇല്ലാതാവും. നിന്നു പോകുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോഴേ താഴെ നിന്നായിരിക്കണം കുളിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഈ വീട്ടിൽ കുളിക്കുമ്പോൾ ആണെങ്കിൽ കാലാദ്യം നനയ്ക്കുക. കാല് നനച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വെള്ളം എടുത്ത് നാഭിയിലൊഴിക്കാം. കാര്യം ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം, ലിവർ, പാൻക്രിയാസ്, എല്ലാ സാധനങ്ങളും, സ്റ്റൊമക്ക് എല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറച്ചിറങ്ങണം. കാലിൽ നിന്ന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തണുത്ത് അവിടെ നിന്ന് കയറി വരുന്നത് മുകളിലായിട്ട് കണക്ഷൻ എന്നില്ല നാഭി എന്ന് പറയുന്നത്. ആ നാഭിയുടെ അവിടെ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് നനഞ്ഞു പോകേണ്ടത്. എന്നിട്ട് അവസാനമാണ് തലയിൽ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? അങ്ങനെ ഒരു തവണ ചെയ്തതിനു ശേഷം പിന്നെ തലേന്ന് കയറി ഇങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടാം. പക്ഷേ അങ്ങനെയല്ല, 2-3 തവണ അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് ശരീരം മൊത്തം ആ ടെമ്പറേച്ചറിൽ, ഇൻറ്റേർണൽ ടെമ്പറേച്ചറിൽ ആയിക്കഴിഞ്ഞു. ഇതുകൊണ്ട് എന്താ ഗുണമുണ്ടാകുമെന്ന് വെച്ചാൽ ത്വക്കിൻ്റെ രോഗങ്ങൾ വരത്തില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ അഴുക്ക് മുഴുവൻ പോട്ടെന്ന് പറഞ്ഞുള്ള ഇഞ്ച എന്നാണ് സ്ക്രബ് ഗൂബെല്ലായിട്ടിട്ട് തേക്കരുത്. ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്ക്രബിട്ട് തേക്കുമ്പോൾ, ഇഞ്ചിട്ട് തേക്കുമ്പോൾ നമ്മുടെ രോമം പറഞ്ഞു വരും. രോമം പറഞ്ഞു വരുന്ന ആ ദ്വാരത്തിലാണ് ഈ സീബം എന്ന് പറയുന്ന തൊലിയുടെ അകത്തിരിക്കുന്ന രോമവളർച്ചകളുള്ള കൂടിയാണ്. ആ സീബമുള്ളത് എന്ത് ചെയ്യും? ആ ബ്ലോക്കായിട്ട് സെബേസിയസ് സിസ്റ്റ് വരും. ഇതാണ് കുരുക്കൾ വരുന്ന കാര്യം. ഇനി ഒരുപാട് വിശദീകരിച്ച് പോകുന്നില്ല, ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി. സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ടിന്, പിന്നെ BP-ക്ക്, എല്ലാത്തിനും വളരെ പ്രയോജനമായിരിക്കും. ഓക്കെ, ബൈ.